ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കൊച്ചിയിലെ മാർക്കറ്റിംഗ് കമ്പനിയിൽ ടാർഗറ്റ് തികയ്ക്കാത്തതിന് ജീവനക്കാരോട് ക്രൂര പീഡനം. കഴുത്തിൽ ബെൽറ്റ് കെട്ടി നായയെ പോലെ നടത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നിലത്തുനിന്ന് നാണയങ്ങളും ചീത്തപ്പഴങ്ങളും നക്കിയെടുപ്പിച്ചു. പരാതി ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെ റെയ്ഡിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് ED. RBI ഫെമ ചട്ടങ്ങൾ ലംഘിച്ച് വിദേശത്ത് പണം കൈമാറി. പ്രവാസികളിൽ നിന്ന് അനധികൃതമായി 592 കോടി രൂപ സമാഹരിച്ചു. റെയ്ഡിൽ 1.5 കോടി രൂപ പിടിച്ചെടുത്തുവെന്നും ED. നടൻ പൃഥ്വിരാജിന് നോട്ടീസ് അയച്ച് ആദായ നികുതി വകുപ്പ്. മുൻപ് അഭിനയിച്ച സിനിമകളുടെ പ്രതിഫല തുകയിൽ വ്യക്തത വരുത്തണമെന്നും നിർദ്ദേശം. സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി കത്തോലിക്ക സഭയ്ക്കെന്ന RSS മുഖപത്രത്തിലെ ലേഖനം വിവാദത്തിൽ. വഖഫ് ബില്ലിന് പിന്നാലെ RSS ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞെന്ന് രാഹുൽ ഗാന്ധി. അടുത്ത ലക്ഷ്യം കത്തോലിക്കരെന്ന് VD സതീശൻ. വിമർശനങ്ങൾക്ക് പിന്നാലെ ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ലേഖനം പിൻവലിച്ചു. വിവാദ പ്രസംഗവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് ഈഴവർക്ക് കടുത്ത അവഗണന. പിന്നാക്ക വിഭാഗം വോട്ടുകുത്തി യന്ത്രങ്ങളെന്ന് ആരോപണം. മലപ്പുറത്ത് സ്വതന്ത്രമായി ശ്വസിക്കാനോ അഭിപ്രായം പറയാനോ ആകില്ല. രാഷ്ട്രീയ സാമ്പത്തിക വിദ്യാഭ്യാസ നീതി ഈഴവർക്ക് ലഭിക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ. ഉദ്യോഗസ്ഥയെ ഗർഭഛിദ്രത്തിന് വിധേയയാക്കാൻ പ്രതി സുഗാന്ത് വ്യാജരേഖകൾ ഉണ്ടാക്കി. സ്വകാര്യ ആശുപത്രിയിൽ ഗർഭഛിദ്രം നടത്തിയതിനും തെളിവ്. വ്യാജ ക്ഷണക്കത്തുൾപ്പെടെ ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തി പോലീസ്. ശമ്പള വർധനയ്ക്കായി സമരം ചെയ്ത അംഗനവാടി ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടി. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നോട്ടീസ് നൽകിയത് LDF ഭരിക്കുന്ന തിരുവനന്തപുരം ഉഴമയ്ക്കൽ പഞ്ചായത്ത്. അംഗനവാടി അടച്ചിട്ടതും സർക്കാരിനെതിരെ സംസാരിച്ചതും തെറ്റെന്ന് നോട്ടീസ്. നിലമ്പൂർ വനത്തിൽ 3 3 കാട്ടാനകൾ ചരിഞ്ഞ നിലയിൽ. ജഡം കണ്ടെത്തിയത് മരുത, കാരക്കോട്, കരുളായി എന്നിവിടങ്ങളിൽ. കരുളായിയിൽ കണ്ടെത്തിയത് 6 മാസം പ്രായമുള്ള ആനയെ. കരുളായിലെ ആനക്കുട്ടിയെ കടുവ ആക്രമിച്ചതെന്ന് നിഗമനം. ആലപ്പുഴ തിരുവൻവണ്ടൂരിൽ സഞ്ചാരയോഗ്യമല്ലാത്ത വഴിയില്ലാതെ ദുരിതത്തിലായി ഒരു കുടുംബം. 8 വർഷമായി 62കാരൻ തമ്പി ജോൺ ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ചുമലിലേറ്റി. റോഡിന് 3.5 വർഷം മുൻപ് അനുമതി നൽകിയിട്ടും നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി.